Good morning. Chemistry of transition and inner transition elements എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിലെ യുറാനൈൽ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുറാനൈൽ കോമ്പൗണ്ട്സ്. The uranyl ion is an oxycation of uranium in the oxidation state +6 with the chemical formula UO2 2+. യുറാനൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ യുറാനിയത്തിന്റെ ഒരു ഓക്സികാറ്റയോൺ ആണ്. അതായത് ഒരു കാറ്റയോൺ ആണ്, ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കാറ്റയോൺ ആണ് യുറാനൈൽ അയോൺ എന്ന് പറയുന്നത്. അതിൽ യുറാനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ് ആൻഡ് അതിന്റെ കെമിക്കൽ ഫോർമുല UO2 2+ ആണ്. Uranium forms a number of compounds in which it show valencies of 2, 3, 4, 5 and 6. യുറാനിയം എന്താണ് 2, 3, 4, 5, 6 എന്നിങ്ങനെ വാലൻസീസ് കാണിക്കുന്ന തരത്തിൽ ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. Compounds of tetravalent and hexavalent uranium are most stable. അതിൽ തന്നെ ഹെക്സാവാലന്റും ടെട്രാവാലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. UO3 is an amphoteric oxide dissolves in acid to form uranyl salt. അതിൽ തന്നെ UO3 എന്ന് പറയുന്നത് യുറാനിയം ട്രയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആംഫോട്രിക് ഓക്സൈഡ് ആണ്. അത് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു യുറാനൈൽ സോൾട്ട് ഫോം ചെയ്യും. കാർണലൈറ്റ്, പിച്ച് ബ്ലെൻഡ് എക്സെട്ര ആർ സം ഓർസ് ഓഫ് യുറാനിയം. യുറാനിയത്തിന്റെ രണ്ട് ഓറുകളാണ്, ഫേമസ് ആയിട്ടുള്ള രണ്ട് ഓറുകളാണ് കാർണലൈറ്റും പിച്ച് ബ്ലെൻഡും. അടിയിൽ കുറച്ച് റിയാക്ഷൻസ് കാണുന്നുണ്ട്. UO3+2HCl യുറാനൈൽ ക്ലോറൈഡിന്റെ ഫോർമേഷനും യുറാനൈൽ സൾഫേറ്റ്, യുറാനൈൽ നൈട്രേറ്റ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് യുറാനൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് യുറാനൈൽ കാർബണേറ്റ് ആണ്. It refers to the inorganic compound with the formula UO2CO2. യുറാനൈൽ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ഒരു യുറാനൈൽ അയോൺ ഉണ്ടായിരിക്കും, ഒരു കാർബണേറ്റ് അയോൺ ഉണ്ടായിരിക്കും. അപ്പൊ UO2 2+ഉം CO3 2- കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് UO2CO2 എന്ന് പറഞ്ഞിട്ടുള്ള യുറാനൈൽ കാർബണേറ്റ്. അതിനെ റൂദർഫോർഡിൻ എന്നാണ് അതിന്റെ മിനറൽ നെയിം, ആൾസോ നോൺ ബൈ ഇറ്റ്സ് മിനറൽ നെയിം റൂദർഫോർഡിൻ. അതിന്റെ അതിൽ യുറാനൈലും യുറാനൈൽ കാറ്റയോണും കാർബണേറ്റും ആണ് അടങ്ങിയിട്ടുള്ളത്. Compound is a polymeric, each uranium 6 center being bonded to 8 oxygen atoms. ഇത് സ്ട്രക്ചറിൽ നമുക്ക് മനസ്സിലാവും. ഈ ഗ്രീൻ കളർ കാണിച്ചിട്ടുള്ളതാണ് യുറാനിയം എന്ന് പറയുന്നത്. യുറാനിയത്തിന്റെ ചുറ്റും 1, 2, 3, 4, 5, 6, 7, 8 അതിന് ചുറ്റും എന്തായിരിക്കും 8 ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഇൻ എ പോളിമെറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. യുറാനിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 8 ഓക്സിജൻ ആറ്റംസ്. The hydrolysis products of Rutherfordine are also found in both the mineral and organic fractions of coal and its fly ash, and is a main component of uranium in the mine tailing seepage water. അപ്പോൾ അത് എവിടേക്കാണ് കാണപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റുദർഫോർഡിന്റെ ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് മിനറൽ ഫോമിലായാലും ഓർഗാനിക് ഫോമിലായാലും കോളിൽ, അല്ലെ, കോൾ മൈനിങ്സിലൊക്കെ, അതായത് കോളിലും അതിന്റെ ആഷിലൊക്കെയാണ് ഈ യുറാനൈൽ കാർബണേറ്റ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് യുറാനിയം ഇൻ മൈൻ ടൈലിംഗ് സീപ്പേജ് വാട്ടർ, മൈൻസിലുള്ള യുറാനിയത്തിലൊക്കെ ഉള്ള മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് യുറാനൈൽ കാർബണേറ്റ് ആണ്. സീപ്പേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വിള്ളലിലൂടെയും ക്രാക്കിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് ആ മോഷനെയാണ് സീപ്പേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാട്ടറിലൊക്കെ അടങ്ങിയിട്ടുള്ളത് യുറാനിയം കാർബണേറ്റ് ആണ് മൈൻസിൽ. യുറാനൈൽ അസറ്റേറ്റ്. Uranyl acetate. It refers to the coordination polymer with the formula UO2 CH3CO2 twice H2O H2O n times. ഇതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. In the polymer, uranyl centers are bridged by acetate ligands. അപ്പോൾ യുറാനൈൽ അസറ്റേറ്റിൽ എന്ന് പറയുന്നത് ഒരു പോളിമർ കോംപ്ലക്സ് ആണ്. ആൻഡ് ഈ പോളിമറിൽ എന്തായിരിക്കും യുറാനൈൽ സെന്ററുകൾ തമ്മിൽ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളത് അസറ്റേറ്റ് ലിഗാൻഡ്സ് വെച്ചിട്ടായിരിക്കും. അതായത് ഒരു UO2 2+ഉം മറ്റൊരു UO2 2+ഉം തമ്മിൽ ബോണ്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ബ്രിഡ്ജ് ചെയ്തിട്ട് അസറ്റേറ്റ് ലിഗാൻഡ്സ് ഉണ്ടായിരിക്കും. The remainder of each coordination sphere is provided by an aqua ligand and a bidentate acetate ligand. ഇനി ബാക്കി ഈ കോർഡിനേഷൻ സ്പിയറിൽ ഉണ്ടാവുക ഒരു അക്വാ ലിഗാൻഡ് ഉണ്ടായിരിക്കും ആൻഡ് ഒരു ബൈഡന്റേറ്റ് അസറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടായിരിക്കും. One water of crystallization occupies the lattice. ലാറ്റിസിലായിരിക്കും ഒരു വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ലാറ്റിസിലായിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ യെല്ലോ ഗ്രീൻ സോളിഡ് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് യുറാനിയം ട്രയോക്സൈഡ് അസറ്റിക് ആസിഡ്. യുറാനിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് UO3, യുറാനിയം
ട്രയോക്സൈഡിനെ അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ യുറേനിയം അസറ്റേറ്റ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം യുറേനിയം അസറ്റേറ്റുമായിട്ട് ഒരു കാറ്റയോണിലെ ഒരു സോൾട്ട് ആണല്ലോ ഫോം ചെയ്യുക. അപ്പൊ യുറാനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡിൽ യുറാനിയം ട്രയോക്സൈഡിനെ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് യുറാനൈൽ അസറ്റേറ്റ് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് എ യെല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ്. It is used for the estimation of phosphate in the same way as the uranyl nitrate. അപ്പോൾ ഇതെന്താണ്, ഇതിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഇറ്റ് ഈസ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇത് ഫോസ്ഫേറ്റിന് എസ്റ്റിമേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. യുറാനൽ അസറ്റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫേറ്റിന്റെ എസ്റ്റിമേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് സോഡിയം വിച്ച് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് ഇറ്റ്സ് ഡബിൾ സോൾട്ട് വിത്ത് സിങ്ക് ഓർ മഗ്നീഷ്യം. സോഡിയത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യുറാനൽ അസറ്റേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതായത് സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസുമായിട്ട് ഡബിൾ സാൾട്ട് ഫോം ചെയ്ത് കണ്ടാണ് നമ്മൾ സോഡിയത്തിനെ ഡിറ്റക്ട് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ യുറാനൽ അസറ്റേറ്റിന്റെ യൂസസ് ആണ്. ദാറ്റ്സ് ഓൾ യുറാനൽ അസറ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് യുറനൈൽ ക്ലോറൈഡ്. യുറനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO2Cl2H2O n ടൈംസ്. N എന്ന് പറയുന്നത് 0, 1, 3 ആവാം. അത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള സോളിഡുകളാണ് UO2Cl2 എന്ന് പറയുന്നത്. U സെൻട്രൽ മെറ്റൽ U, 2 ഓക്സിജൻ, UO2 2+ലെ 2 ഓക്സിജനും ദെൻ 2 ക്ലോറിൻ ആറ്റവും. ഇതാണ് എന്ത് UO2Cl2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ യുറനൈൽ ഫ്ലൂറൈഡ്. യുറനൈൽ ക്ലോറൈഡ് പോലെ തന്നെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO2F2. It is as shown by X-ray crystallography. The uranyl centers are complemented by 6 fluoride ligands. അത് UO2 2+ന്റെ ചുറ്റും 6 ഫ്ലൂറൈഡ് ലിഗാൻസ് ഉണ്ടായിരിക്കും. ഇതില് യുറാനിയാണ് ഈ ഒരു പച്ച കളറിൽ, അല്ലെങ്കിൽ നീല കളറോ പച്ച കളറോ ആ ഒരു കളറിൽ കാണിക്കുന്നത് യുറാനിയാണ്. മഞ്ഞ കളറിലാണ് ഫ്ലൂറൈഡ്. ഓക്സിജൻ എന്ന് പറയുന്നത് റെഡ് കളറിലാണ്. അപ്പോൾ ഒരു യുറാനൈൽ കോംപ്ലക്സിന്റെ ചുറ്റും യുറാനൈൽ അയോണിന്റെ കാറ്റയോണിന്റെ ചുറ്റും 6 ഫ്ലൂറൈഡ് ലിഗാൻസ് ഉണ്ടായിരിക്കും. യുറാനൈൽ ഫോർമേറ്റിന്റെ കെമിക്കൽ ഫോർമുല UO2CHO2 twice H2O. This is a fine yellow free flowing powder occasionally used in transmission electron microscopy. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഭയങ്കര ഒക്കേഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് പൗഡർ, യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഫ്രീ ഫ്ലോയിങ് പൗഡർ ആണ് യുറനൈൽ ഫോർമേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് യുറാനൈൽ ഹൈഡ്രോക്സൈഡ്. ഇറ്റ് ഈസ് എ ഹൈഡ്രോക്സൈഡ് ഓഫ് യുറാനിയം വിത്ത് ദ കെമിക്കൽ ഫോർമുല UO2OH twice. അപ്പോൾ എന്താണ്, യുറാനിയത്തിന്റെ ഒരു ഹൈഡ്രോക്സൈഡ് ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO2OH2 twice in the monomeric form and UO2 twice OH 4 times in the dimeric form. അപ്പോൾ യുറാനിൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് 2 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു മോണോമറിക് ഫോം ഉണ്ടായിരിക്കും, ഒരു ഡൈമറിക് ഫോം ഉണ്ടായിരിക്കും. മോണോമറിക് ഫോമിൽ UO2OH twice ആയിരിക്കും. ആൻഡ് ഇതിന്റെ നേരെ ഇരട്ടി എഴുതി നോക്കിയാൽ നമുക്ക് UO2 twice OH 4 times എന്ന് പറയുന്നത് അതിന്റെ ഡൈമറിക് ഫോം ആയിരിക്കും. അക്വസ് മീഡിയത്തിൽ 2 ഫോമും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യുറാനൈൽ ഹൈഡ്രോക്സൈഡ് hydrate is precipitated as a colloidal yellow cake from oxidized uranium liquor near neutral pH. അതായത് യുറാനിയം ലിക്വറുകൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ന്യൂട്രൽ pHൽ യുറാനിയം ലിക്വറുകൾ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യുറാനൈൽ ഹൈഡ്രോക്സൈഡ് കിട്ടുക. ആ യുറാനൈൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ ഫോമിലുള്ള ഒരു യെല്ലോ കേക്ക്, അങ്ങനെയാണ് അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ യുറാനൈൽ ഹൈഡ്രോക്സൈഡ്. ദെൻ യുറാനൈൽ മെറ്റാഫോസ്ഫേറ്റ്. അതെന്താണ്, ഒരു കോമ്പൗണ്ട് ഓഫ് യുറാനിയം ആണ്, ഫോസ്ഫറസ് ആൻഡ് ഓക്സിജൻ. അപ്പൊ അതിൽ എന്തൊക്കെയുള്ളത്, മെറ്റാഫോസ്ഫേറ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. യുറാനിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു യുറാനിയത്തിന്റെ കോംപ്ലക്സിനെയാണ് യുറാനൈൽ കോംപ്ലക്സ് ആണ് യുറാനൈൽ മെറ്റാഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോസ്ഫേറ്റ് ഓഫ് യുറാനിയം വിത്ത് ദ ഫോർമുല UO2PO3 twice n times. ഇതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. ജനറൽ ആയിട്ടുള്ള കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO2PO3 twice. This long chain compound is formed by the thermal decomposition of UO2 H2PO4 twice 3H2O. നമ്മൾ ഈ ഒരു കെമിക്കൽ ഫോർമുലയിൽ n ടൈംസ് എന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു ലോങ് ചെയിൻ കോമ്പൗണ്ട്, ഒരു പോളിമറിക് ഫോം ആയിരിക്കും. അതായത് ലോങ് ചെയിൻ കോമ്പൗണ്ട് ആയിരിക്കും. ആൻഡ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് UO2 H2PO4 twice 3H2O എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിനെ തെർമൽ ഡീകമ്പോസിഷൻ നടത്തുമ്പോഴാണ് നമുക്ക് യുറാനൈൽ മെറ്റാഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടുന്നത്. Double salts such as NaUO2PO4 thrice and
UO2, PO4 thrice are also known. അപ്പൊ ഇങ്ങനെയുള്ള സോഡിയത്തിനായിട്ടും അല്ലെങ്കിൽ സീഷ്യത്തിനായിട്ടൊക്കെ ഡബിൾ സാൾട്ട് ഫോം ചെയ്തിട്ടും ഇങ്ങനെ യുറാനിൽ മെറ്റാഫോസ്ഫേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then uranyl nitrate. Uranyl nitrate is a water-soluble yellow uranium salt with the formula UO2 NO3 twice NH2O. യുറാനൈൽ നൈട്രേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO2 NO3 twice NH2O എന്നാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. ആൻഡ് ഇറ്റ് ഈസ് എ യെല്ലോ കളേർഡ് യുറാനിയം സാൾട്ട്. വാട്ടർ സോല്യൂബിൾ ആണ്. അതിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. അത് ഓൾമോസ്റ്റ് ഒരു എല്ലാ യുറാനിയം സാൾട്ടിന്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. ദി ഹെക്സ ട്രൈ ആൻഡ് ഡൈ ഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ നോൺ. ഇതിന്റെ തന്നെ എന്താണ് യുറാനിയം നൈട്രേറ്റിന്റെ ഹെക്സാ ഹൈഡ്രേറ്റും ഇവിടെ NH2 എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കെമിക്കൽ ഫോർമുലയിൽ UO2 NO3 twice NH2O എന്നുണ്ട്. ഈ N എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 ആവാം, അല്ലെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ 2 ആവാം. അതാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അത് ഹെക്സാ ഹൈഡ്രേറ്റ്, ട്രൈ ഹൈഡ്രേറ്റ്, ഡൈഹൈഡ്രേറ്റ് ഒക്കെയാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. The compound is mainly of interest because it is an intermediate in the preparation of nuclear fuels. ന്യൂക്ലിയർ ഫ്യൂവലിന്റെ പ്രിപ്പറേഷനിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഈ നമ്മളുടെ യുറാനൈൽ നൈട്രേറ്റ് എന്ന് പറയുന്നത്. UO2 ഇത് UO2 NO3 രണ്ട് NO3കൾ ഉണ്ടായിരിക്കും. NH2O ഇതൊരു ഡൈഹൈഡ്രേറ്റ് ആണ്. യുറാനൈൽ നൈട്രേറ്റ് can be prepared by the reaction of uranium salt with nitric acid. യുറാനിയം സാൾട്ടിനെ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ടാണ് യുറാനൈൽ നൈട്രേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് soluble in water, ethanol and acetone. അപ്പൊ എന്താണ് ഒരുപാട് സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. വാട്ടറിൽ സോല്യൂബിൾ ആണ്, എഥനോളിൽ സോല്യൂബിൾ ആണ്, അസറ്റോണിലും സോല്യൂബിൾ ആണ്. As determined by the neutron diffraction, the uranyl center is characteristically linear with a short U double bond of distances. എന്താണ് U double bond എന്ന് പറയുന്നത് എന്താണ് സ്ട്രൈറ്റ് ആണ്, അല്ലെങ്കിൽ ലീനിയർ ആണ്. ഇതിന്റെ U double bond ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഡബിൾ ബോണ്ട് ആകുമ്പോൾ എന്താണ് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ എന്താണ് യുറേനിയൽ സെന്റർ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. അതിന്റെ രണ്ട് U double bond ബോണ്ട് ഉണ്ടായിരിക്കും. 245 picometer. In the equatorial plane of the complex are 6 UO bond to bidentate nitrate and 2 water ligands. ഇത് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാണ്. അതായത് 6 UO ബോണ്ട് ഉണ്ടായിരിക്കും. 1 2 3 4 5 6 UO ബോണ്ടുകൾ ഉണ്ടായിരിക്കും. ആൻഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ബൈഡൻഡേറ്റ്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ബൈഡൻഡേറ്റ് ആയിട്ടുള്ള നൈട്രേറ്റിലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് 2 വാട്ടർ ലിഗാൻഡുകൾ ഉണ്ടായിരിക്കും. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 245 picometer, these UO bonds are much longer than U double bond O bonds of uranyl center. ഈ U double bond O ബോണ്ടിനേക്കാളും നീളം കൂടുതലായിരിക്കും U single bond O ബോണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ U double bond O കൂടുതൽ ലെങ്ത് ആയിരിക്കും U single ബോണ്ടിനായിരിക്കും. ഇനി അതിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് വോളിമെട്രിക് എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫേറ്റിനെ വോളിമെട്രിക്കലി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിമെട്രിക് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് യുറാനൈൽ നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് യെല്ലോ precipitate ഓഫ് യുറാനൈൽ അമോണിയം സൾഫൈഡ് when mixed with ഫോസ്ഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് സൊല്യൂഷനാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫോസ്ഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ യുറാനൈൽ നൈട്രേറ്റിനെ മിക്സ് ചെയ്താൽ അവിടെ എന്താണ് ഒരു യുറാനൈൽ അമോണിയം ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. അതായത് അതൊരു യെല്ലോ precipitate ആണ്. The endpoint is detected by using potassium ferrocyanide as the external indicator. നമ്മൾ ഇന്റേണൽ ഇൻഡിക്കേറ്റർ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പൊട്ടാസ്യം ഫെറോസൈനൈഡ് എന്ന് ആണ് ഇവിടെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പുറത്ത് എന്താണ് ടൈലിൽ നമ്മളിങ്ങനെ ഡ്രോപ്പുകൾ പൊട്ടാസ്യം ഫെറോസൈനൈഡ് ഡ്രോപ്പ് ആയിട്ട് ഉറ്റിച്ച് വെക്കും. എന്നിട്ട് എന്താണ് റിയാക്ഷൻ മിക്സ്ചർ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ എവിടെയാണോ എൻഡ് പോയിന്റ് കളർ ഇല്ലാത്തൊരവസ്ഥ വരുന്നത് അല്ലെ, കളർ ചേഞ്ച് കാണിക്കുന്ന സ്ഥലം നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക. പൊട്ടാസ്യം ഫെറോസൈനൈഡ് പോലുള്ള എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. കളർ ചേഞ്ച് ടു ബ്രൗൺ ഫോർ യുറാനൈൽ നൈട്രേറ്റ് ഈസ് പ്രസന്റ് ഈവൺ ഇൻ സ്ലൈറ്റ് എക്സസ്. ഈ യുറാനൈൽ നൈട്രേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെയുള്ള കളർ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും ബ്രൗണിലേക്കായിരിക്കും കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്ഫേറ്റിന്റെ എസ്റ്റിമേഷൻ അങ്ങനെയാണ് നടത്തുന്നത്. ഫോസ്ഫേറ്റിന്റെ ഒരു മിക്സ്ചർ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ യുറാനൈൽ നൈട്രേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ അതായത് ടൈട്രേഷൻ അല്ല ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യും. അങ്ങനെ യെല്ലോ precipitate ഫോം ചെയ്യും. ആ യെല്ലോ precipitate എന്താണ് ബ്രൗൺ കളർ ആകുമ്പോൾ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള പൊട്ടാസ്യം ഫെറോസൈനൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യും. ആ യെല്ലോ കളറിന് ബ്രൗണിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാകും അവിടുത്തെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്.
എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫോസ്ഫേറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. Then uranyl oxalate, UO2 C2O4. It is a pale yellow powdered uranyl compound. എന്താണ് ഒരു യെല്ലോയിഷ് ആയിരിക്കും. എല്ലാ യുറാനൽ കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു യെല്ലോയിഷ് ആയിരിക്കും. ഇവിടെ എന്താണ് യെല്ലോ പൗഡർ ആണ്. It is often encountered in industrial nuclear process at both the front and back end of the nuclear fuel cycle. അപ്പോൾ ഇതെന്താണ് മെയിൻ ആയിട്ട് ന്യൂക്ലിയർ പ്രോസസ്സിൽ ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് യുറാനൽ ഓക്സലേറ്റ് എന്ന് പറയുന്നത്. Due to its hygroscopicity, uranal oxalate rarely exists in dehydrated state and is usually instead found in the trihydrate form at room temperature. ഇത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും എന്തായിരിക്കും ഒരു ഡെലിക്വന്റ് ആയിട്ടില്ലേ, ഡെലിക്വന്റ് എന്നല്ല പറയാ, അതായത് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ എപ്പോഴും എന്തായിരിക്കും ഒരു നനവ് പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിൽ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത് റയർ കേസസിലാണ് ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ അതെന്തായിരിക്കും ഒരു ട്രൈഹൈഡ്രേറ്റ് ഫോമിൽ UO2 C2O4 3H2O എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈഹൈഡ്രേറ്റ് ഫോമിലാണ് യൂഷ്വലി റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യല്. അപ്പോൾ യുറാനൽ ഓക്സലേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഡീഹൈഡ്രേറ്റഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുക റയർ ആയിട്ടാണ്. റൂം ടെമ്പറേച്ചറിൽ അതൊരു ട്രൈഹൈഡ്രേറ്റ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. At room temperature, the powder exhibits a monoclinic structure, crystal structure. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ അത് മോണോക്ലിനിക് സ്ട്രക്ചറിലായിരിക്കും എക്സിബിറ്റ് ചെയ്യുക. Uranyl oxalate trihydrate can be produced by the reaction of uranyl nitrate hexahydrate with oxalic acid. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, യുറനൈൽ നൈട്രേറ്റ് ഹെക്സാഹൈഡ്രേറ്റും ഓക്സാലിക് ആസിഡ് കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ യുറാനൈൽ ഓക്സലേറ്റ് ട്രൈഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നത്. യുറനൈൽ നൈട്രേറ്റ് ഹെക്സാഹൈഡ്രേറ്റും ഓക്സാലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ യുറനൈൽ ഓക്സലേറ്റ് ട്രൈഹൈഡ്രേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. Then uranyl peroxide or uranium peroxide. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് UO4NH2O. It is also a pale yellow soluble peroxide of uranium. വാട്ടറിലൊക്കെ soluble ആണ്, pale yellow കളർ ആണ്. Is found to be present at one stage of enriched uranium fuel cycle. യുറാനിയം ഫ്യൂൽ സൈക്കിളിന്റെ ഒരു സ്റ്റേജിൽ ആണത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇൻ യെല്ലോ കേക്ക് precipitate by in situ leaching and resin ion exchange system. ഇതൊക്കെ എന്താണ് അത് കാണപ്പെടുന്നത് എവിടെയെന്ന് പറയുന്നതാണ്. ലീച്ചിങ്ങിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് റെസിൻ അയോൺ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള റെസിൻ അയോൺ എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഇൻസിറ്റു ലീച്ചിങ്ങിൽ അതേപോലെ തന്നെ യുറാനിയം ഫ്യൂൽ സൈക്കിളിലൊക്കെ കാണപ്പെടുന്ന പ്രസന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് യുറാനിയൽ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ദിസ് കോമ്പൗണ്ട് ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് UO3 H2O2 H2O is very similar to uranium trioxide hydrate UO3 NH2O. അതെന്താണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. യുറാനിയൽ പെറോക്സൈഡിനെ UO3 H2O2 H2O2 എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ല, അപ്പോൾ ഈ ഒരു ഫോമിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഒരു ഫോം എന്ന് പറയുന്നത് യുറാനിയം ട്രയോക്സൈഡ് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള UO3 NH2O ഒക്കെ ഭയങ്കര സിമിലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. uranyl zinc acetate. Uranyl zinc acetate is used as a laboratory reagent in the determination of sodium concentration of solutions using a method of quantitatively precipitating sodium with uranyl zinc acetate and gravimetrically determining the sodium as uranyl zinc sodium acetate. ഇതൊരു ലബോറട്ടറി റിയേജന്റ് ആണ് യുറാനൈൽ സിങ്ക് അസറ്റേറ്റ് എന്ന് പറയുന്നത്. അതെന്താണ് സോഡിയം കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് പ്രസിപ്പിറ്റേറ്റിംഗ് സോഡിയം വിത്ത് യുറാനൈൽ സിങ്ക് അസറ്റേറ്റ്, അതായത് സോഡിയത്തിനെ യുറാനൈൽ സിങ്ക് അസറ്റേറ്റ് യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സോഡിയം സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറി റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സിങ്ക് അസറ്റേറ്റ്. അപ്പൊ നമ്മൾ എസ്റ്റിമേഷനിലൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് സോഡിയത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യുറാനൈൽ സിങ്ക് അസറ്റേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിനെന്താണ് അതൊരു പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റിയതിന് ശേഷം സോഡിയത്തിന് എന്താണ് സിങ്ക് അസറ്റേറ്റുമായിട്ട് യുറാനൈൽ സിങ്ക് അസറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കിയിട്ട് മാറ്റിയതിന് ശേഷം ഇതിലുള്ള ആ സൊല്യൂഷനിലുള്ള സോഡിയം കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഗ്രാവിമെട്രിക്കലി ഡിറ്റർമൈൻ സോഡിയം ആസ് യുറാനൈൽ സിങ്ക് സോഡിയം അസറ്റേറ്റ്. എന്താണ് സോഡിയത്തിനെ യുറാനൈൽ സിങ്ക് അസറ്റേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് യുറാനൈൽ സിങ്ക് സോഡിയം അസറ്റേറ്റ് ആക്കി മാറ്റിയതിന് ശേഷം ഗ്രാവിമെട്രിക്കലി ഡിറ്റർമിൻ ചെയ്യാനും വേണ്ടിയിട്ടും സിങ്ക് അസറ്റേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ
യുറാനൈൽ സിങ്ക് സോഡിയം അസറ്റേറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ് കാണിച്ചിട്ടുള്ളത്. UO2 thrice ZnNaCH3CO2 9 times 6H2O. ഇതെന്താണ്? യുറാനൈൽ സിങ്ക് സോഡിയം അസറ്റേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്രാവിമെട്രിക് എസ്റ്റിമേഷൻ നടത്താറുള്ളത്. അപ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. Presence of cesium and rubidium does not interfere with this reaction, but the presence of potassium and lithium must be removed prior to analysis. ഇപ്പൊ ഇങ്ങനെ അനാലിസിസ് നടത്തുന്ന സമയത്ത് അവിടെ സീഷ്യ റുബീഡിയം പോലുള്ള മെറ്റൽസ് ആ ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ റിയാക്ഷനായിട്ട് ഇന്റർഫിയർ ചെയ്യില്ല. ഇൻ കേസ് പൊട്ടാസ്യോ ലിഥിയം പോലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് അനാലിസിസിന്റെ മുമ്പ് തന്നെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഈ പൊട്ടാസ്യം ലിഥിയം ഈ ഒരു സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യും. This method was important to determine sodium in urine for diagnostic purposes. അപ്പോൾ നമ്മുടെ യൂറിനിൽ സോഡിയത്തിന്റെ അളവ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മെത്തേഡ്, അതായത് സിങ്ക് അസറ്റേറ്റ്, യുറാനൈൽ സിങ്ക് അസറ്റേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Zinc uranal acetate is sometimes called sodium reagent since pale yellow NaZnUO2 thrice C2H3O2 9 times is one of the very few insoluble sodium compounds. സിങ്ക് യുറാനൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ സോഡിയത്തിന്റെ എസ്റ്റിമേഷനിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ സോഡിയം റിയേജന്റ് എന്ന് പറയാറുണ്ട്. അതായത് അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോൾ സോഡിയം റിയേജന്റ് എന്ന് പറയാറുണ്ട്. യുറാനൽ സിങ്ക് അസറ്റേറ്റ് നമ്മുടെ എസ്റ്റിമേഷനിലാണ് യൂസ് ചെയ്യുന്നത്. സോഡിയത്തിന്റെ എസ്റ്റിമേഷൻ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സോഡിയം റിയേജന്റ് എന്ന് പറയുന്നുണ്ട്. യൂറിനിലുള്ള സോഡിയത്തിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഒരു 10-12 യുറാനൽ കോമ്പൗണ്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പഠിക്കുക. സിമ്പിളായിട്ട് പഠിക്കാനുള്ളതുള്ളൂ, പക്ഷെ റോട്ട് മെമ്മറൈസേഷൻ ആണ് മെത്തേഡ്. ഇല്ലാതെ ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കാണാതെ പഠിക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കാണാതെ പഠിക്കുക. That's all the video. Thank you.